രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ വിമാനാപകടം. അപകട സ്ഥലത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു എലിസബത്ത് ഉണ്ടായിരുന്നത്. എലിസബത്തിന് നിരവധി സുഹൃത്തുക്കൾ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേദനയും നടുക്കവും പങ്കുവെച്ച് എലിസബത്ത് സോഷ്യൽ മീഡിയയിലും പിന്നാലെ വാർത്താ മാധ്യമങ്ങളിലും ഇടം പിടിച്ചതോടെ അപകട സ്ഥലത്ത് നിന്നുള്ള എലിസബത്ത് ഉദയൻ്റെ വാക്കുകൾ വാർത്തയാകുകയാണ്. ഇപ്പോഴിതാ എലിസബത്തിൻ്റെ മുൻ പങ്കാളി ബാലയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലാണ് ബാല അപകടത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അഹമ്മദാബാദിലുണ്ടായ വലിയ നഷ്ടത്തിൽ ഞാൻ അഗാധമായി അനുശോചന രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ടിവിയിൽ കണ്ടു. സുരക്ഷിതരായി ഇരിക്കൂ ഡോക്ടർ. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, ബാല കോകില എന്നീ ബാല കുറിക്കുന്നത്. ബാലയുടെ പോസ്റ്റിന് കമൻറ്റുകളുമായി നിരവധി പേർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിലാണ് എലിസബത്ത് PG ചെയ്യുന്നത്. എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് വിമാനം പതിച്ചത്. ഈ സാഹചര്യത്തിൽ തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദിച്ചവർക്കും എലിസബത്ത് നേരത്തെ മറുപടി നൽകിയിരുന്നു. താൻ സുരക്ഷിതയാണെന്നും എന്നാൽ അപകടത്തിൽ നിരവധി സഹപ്രവർത്തകരെയും MBBS വിദ്യാർത്ഥികളെയും നഷ്ടമായെന്നാണ് എലിസബത്ത് പറയുന്നത്. അപകടത്തിൽ മലയാളി വിദ്യാർത്ഥികൾക്കാർക്കും പരിക്കേറ്റതായി അറിവില്ലെന്നാണ് എലിസബത്ത് പറയുന്നത്. പ്രധാനമായും രക്തം ശേഖരിക്കുകയും ആവശ്യമായ രക്തഗ്രൂപ്പിൽ ഉള്ളവരെ സംഘടിപ്പിച്ച് നൽകുകയുമായിരുന്നു വേണ്ടത്. സമീപത്തുള്ള പല ആശുപത്രികളിലും നിന്നായി 1 മണിക്കൂറിനുള്ളിൽ 100ഓളം ബ്ലഡ് ഗ്രൂപ്പുകൾ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വമേധയാ രക്തദാനത്തിനായി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. മൃതശരീരങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. DNA പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകൂ എന്നാണ് ഹൃദയം വിങ്ങുന്ന വേദനയോടെ എലിസബത്ത് പറഞ്ഞത്. എന്തിനു പിന്നാലെയാണ് ബാല പ്രതികരണവുമായി എത്തിയത്. അതേസമയം അപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 265 പേരാണ് മരിച്ചത്. 242 പേരുമായി പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു.